ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ദൈവസങ്കല്പത്തെ ഓൺലൈൻ സംഘപരിവാർ ചാനലുകളിലെ സ്ഥിരം നിരീക്ഷകൻ നിരീക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു റീലാണ് നമുക്കിന്ന് റിയാക്ട് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു ദൈവം പ്രഖ്യാപിക്കുന്നു, ദാ നിനക്ക് വേണ്ടത് എങ്ങനെ ജീവിക്കണം, ഏത് വഴിക്ക് സഞ്ചരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു, അനുസരിച്ചു കൊള്ളണം. അനുസരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, ഹൂറുല്യങ്ങളുണ്ട്. അനുസരിച്ചില്ലെങ്കിലോ നിനക്ക് നരകത്തിലെ തീയായും വിറകായും നീ മാറും എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവം. ഇപ്പുറത്ത് ഒരു ദൈവം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രജയോട് പറയുന്നു, അർജുന, ഈ പ്രപഞ്ചസാരം മുഴുവനും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. പ്രപഞ്ചസാരം മുഴുവനും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു, കേട്ടല്ലോ. കേട്ട് കഴിഞ്ഞിട്ട് നീ ചെയ്യേണ്ടത് എന്താണ്? കേട്ട് കഴിഞ്ഞിട്ട് നീ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ, ഞാൻ പറഞ്ഞു തന്ന വേദത്തെ കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പഠിക്കുക, അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞെടുക്കുക എന്നല്ല, കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പഠിച്ചിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് മാത്രം നീ അനുഷ്ഠിക്കുക. അപ്പോ വളരെ വളരെ കൃത്യമായൊരു വിശകലനമാണ്. അപ്പോൾ മൂപ്പര് ദൈവത്തെയാണ് വിശകലനം ചെയ്യുന്നത്. ഒരു ഇസ്ലാം മതത്തിലെ ഒരു ദൈവമുണ്ട്, ഹിന്ദു മതത്തിൽ അദ്ദേഹം കണ്ടൊരു ദൈവം. ഹിന്ദു മതത്തിന്റെ പേര് നമ്മൾ ആരോപിക്കുന്നില്ല. ഒരുപക്ഷെ ഹിന്ദു മതത്തെ കുറച്ച് കൊച്ചാക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ദൈവം പറയണത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിത പദ്ധതിയൊക്കെ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി ഈ വഴിത്തോടെ അങ്ങനെ പോകണം. അതിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഐച്ഛികമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ ജീവിച്ചാൽ, അത് പരമാവധിയൊക്കെ പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും, സാൽവേഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ദൈവം. വേറൊരു ദൈവം എന്താണ്, മൊത്തം പ്രപഞ്ചത്തിന്റെ മൊത്തം സാരം പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ കമ്പോട് കമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? വിമർശന ബുദ്ധിയ. എന്നിട്ട് പ്രപഞ്ചസാരം പറഞ്ഞു കൊടുത്ത ദൈവം ആ പ്രപഞ്ചസാരത്തെ ഒരിക്കലും സ്വീകരിക്കാൻ വേണ്ടി പറയുന്നില്ല. കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പഠിച്ച് നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചാൽ മതി എന്നാണ്. അത് വളരെ നല്ലൊരു മനോഹരമായൊരു ദൈവം. ജസ്റ്റ് ഒന്ന് സിമ്പിളി നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന അവലോകനം ചെയ്യാം. ഇപ്പോൾ രണ്ട് ടീച്ചേഴ്സ് നമ്മൾ എടുക്കുക. രണ്ട് സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടീച്ചർക്ക് കുട്ടി പോകുന്ന വഴിയിലെ അപകടത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാം, കുട്ടി പോകുന്ന വഴിയിലെ സാധ്യതകളെ പറ്റി വ്യക്തമായിട്ട് അറിയാം, കുട്ടി പോകുന്ന വഴിയിലെ അവസരങ്ങളെ പറ്റി വ്യക്തമായിട്ട് അറിയാം. ഈ രണ്ട് ടീച്ചേഴ്സിനും അറിയാം. ഈ രണ്ട് ടീച്ചേഴ്സും എന്താ കുട്ടിയോട് പറയേണ്ടത്? വ്യക്തമായ വഴി കാണിച്ചു കൊടുത്ത് വ്യക്തമായ സാധ്യതകളിലേക്കും അവസരങ്ങളിലേക്കും കുട്ടിയെ തിരിച്ചുവിട്ട് അപകടത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച് ആ തരത്തിൽ കുട്ടിക്ക് മികച്ച വഴിയിലൂടെ പോകാൻ പറ്റുന്ന രീതിയിലൊരു വഴി കാണിച്ചു കൊടുത്ത് അതിലൂടെ തന്നെ പോണട്ടോ എന്ന് പറയുന്ന ഒരു ടീച്ചറും, മറ്റൊരു ടീച്ചർ ഈ മുഴുവൻ വഴിയെ പറ്റി പറഞ്ഞു കൊടുത്തു വന്നിട്ട് കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ നീ പഠിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട വഴി നീ എങ്ങനെയാണെങ്കിലും തീരുമാനിച്ചോ എന്ന് പറഞ്ഞു വിടുന്നതാണോ? ഇതിലേതിനെയാണ് നമ്മൾ മികച്ച ഗൈഡൻസ് ആയിട്ട്, മികച്ച നിർദ്ദേശമായിട്ട് പറയാം? സ്വാഭാവികമായിട്ടും ഇതില് ഇപ്പൊ ഈ ദൈവം എന്നുള്ളത് അതിനെ എത്രത്തോളം മഹത്വവൽക്കരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ രണ്ട്. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയായ ഒരു അസ്തിത്വമാണ്. അത് ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെ പറ്റിയും അറിയുന്ന സർവ്വനിയന്താവായിട്ടുള്ള ഒരു അസ്തിത്വത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇസ്ലാം മതത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് പരിമിതികളുണ്ട്, മനുഷ്യൻ്റെ ചിന്തക്കും അറിവിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിൽ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പരിമിതികളുള്ളത് കൊണ്ട് തന്നെ ഈ പരിമിതികളില്ലാത്ത ഓൾ നോയിങ് ആയ എല്ലാം അറിയുന്ന പടച്ചവൻ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് ഇസ്ലാമിൽ പറയുന്നത്. പക്ഷേ ഇതേ കാര്യം ഇവിടേക്ക് അപ്ലൈ ചെയ്താൽ എന്താ ഈ ദൈവം പറയും? ഓൾ നോയിങ് ആയ ദൈവത്തിനെ എന്ത് ചെയ്യണം? മനുഷ്യൻ കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയ അളക്കണം. എങ്ങനെ? എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ വളരെ പരിമിതമായി മാത്രം അറിയുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? ഇതിനെ വിമർശന ബുദ്ധി അളക്കണം. എന്നിട്ട് അവന് താല്പര്യമുള്ളത് മാത്രം എടുക്കുക. എല്ലാം എടുക്കേണ്ട കാര്യമില്ല, താല്പര്യമുള്ളത് മാത്രം എടുക്കുക. ഈ ഒരു കൺസെപ്റ്റിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പറയുന്ന ഒരു ദൈവം ശരിക്കും ദൈവമാണോ? വസ്തുതയെ പറഞ്ഞു കൊടുത്തിട്ട് വസ്തുതയെ നീ എടുക്കേണ്ടതില്ല, നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വസ്തുതയെ എടുത്താൽ മതി, സത്യത്തെ എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ദൈവമാണോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചൂസ് ചെയ്യുന്ന മനുഷ്യൻ വസ്തുതയല്ല തിരഞ്ഞെടുക്കുന്നത്. അവൻ്റെ എന്താ പറയുക, സബ്ജക്റ്റീവായ വളരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെയോ ഇഷ്ടങ്ങളെയോ അവൻ്റേതായിട്ടുള്ള അബദ്ധങ്ങളെയോ ഒക്കെ അതിനൊക്കെ കൂടെ അടങ്ങിയ അവൻ്റെ പരിമിതികളാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ദൈവം തന്ന പ്രപഞ്ചസാരം എന്നുള്ള ആ വാക്ക് ശരിക്കും വളരെ മനോഹരമായൊരു വാക്കാണ്. പ്രപഞ്ചസാരം എന്ന് പറഞ്ഞാൽ എന്താണോ ആക്ച്വൽ വസ്തുത, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സത്യം എന്താണോ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണോ, അത് പറഞ്ഞു കൊടുക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, അത് അറിയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, ആ ദൈവം പറഞ്ഞത് അതുപോലെ സ്വീകരിക്കലാണ് പിന്നീട് യുക്തിപരം. ഇപ്പോൾ ഇത് ഏതിലേക്കെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിലെ ദൈവം പറയുന്നു,
ലഹരി ഉപയോഗിക്കരുത്. കാരണം ദൈവം എല്ലാം അറിയുന്നവനാണ്. ലഹരി ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാത്തിനെ പറ്റി അറിയുന്ന ദൈവം ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇസ്ലാമിൽ എന്താണ്? അത് ഉപയോഗിക്കാൻ പാടില്ല. എനിക്കത് ചിലപ്പം ലഹരി ഉപയോഗിച്ചാൽ നല്ലതാണെന്നൊരു തോന്നൽ, തോന്നിയേക്കാം. അല്ലെങ്കിൽ എൻ്റെ താല്പര്യം അതായിരിക്കാം. പക്ഷേ ഇസ്ലാമിൽ എനിക്കെന്താണ്, ഞാൻ പരിമിതിയുള്ളവനാണ്, എൻ്റെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് എല്ലാം അറിയുന്ന പടച്ചോൻ പറഞ്ഞുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കില്ല. ഇനി ഇദ്ദേഹം ഈ പറയുന്ന കൺസെപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന ദൈവത്തിന് അറിയാം എന്ത് ലഹരി ഉപയോഗിച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇവൻ്റെ ജീവിതം കുട്ടിച്ചോറാവും, അല്ലെങ്കിൽ ഇവൻ്റെ ഭാവി നശിച്ചു പോകും, ഇവൻ്റെ കുടുംബജീവിതം തകർന്നു പോകും, ഇവൻ്റെ ജോലിയും കുടുംബവും എല്ലാം തകർന്നു പോകും എന്നുള്ളത് അറിയുന്ന ദൈവം എന്ത് ചെയ്തു? അത് മൊത്തം പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് നീ വേണമെങ്കിൽ ലഹരി ഉപയോഗിച്ചോ. കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പല ആളുകളും പല രൂപത്തിലാണല്ലോ വിമർശന ബുദ്ധിയാ നോക്കുക. ഒരു കഞ്ചാവ് പിന്നെ വലിക്കാൻ താല്പര്യമുള്ള ഒരാൾ വിമർശന ബുദ്ധിയാ നോക്കുന്നത് വെച്ചാൽ എനിക്കൊരു ആസ്വാദനം വേണം, എന്റെ ജീവിതത്തിന്റെ ആസ്വാദനം, ആയുസ് കുറഞ്ഞോട്ടെ പ്രശ്നമില്ല, എന്റെ ജീവിതത്തിൽ കുടുംബം തകർന്നോട്ടെ പ്രശ്നമില്ല, ഞാൻ ആ കുടുംബത്തിനപ്പുറം എന്റെ ആയുസിനപ്പുറം ഞാൻ ഈ സമയത്തെ സുഖം മതി എനിക്ക്, ആ സുഖമാണ് ഞാൻ അതിനെപ്പറ്റി വിമർശന ബുദ്ധിയ തെരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തിൽ അങ്ങനെയാണ് നല്ലതായി തോന്നുന്നത്. അപ്പൊ നാളെ നിനക്ക് ഇതിനെപ്പറ്റി ഖേദിക്കും, കുഴപ്പമില്ല, നാളെ ഖേദിക്കുമ്പോൾ നാളെ കാണാം, ഇന്ന് എനിക്കിതാണ് തോന്നുന്നത് എന്ന വിമർശന ബുദ്ധി അയാൾക്ക് എന്ത് ചെയ്യാം? ദൈവം പറഞ്ഞ് ഈ പ്രപഞ്ചസാരത്തിലുള്ള ലഹരി തിന്മയാണ്, ലഹരി പ്രശ്നമാണ് എന്ന കാര്യത്തെ അയാൾക്ക് അവഗണിക്കാം, അയാൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ഈ ലഹരി വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയും. ഞാൻ ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ലഹരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയാൻ ശരിക്കും ഒരു മതം ആവശ്യമുണ്ടോ? ഇത് ലഹരിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യൻ്റെ അറിവിന് ഭയങ്കര പരിമിതി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം അതിൽപ്പെട്ടതാണ് ഈ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ. വ്യഭിചാരം നമുക്ക് പെട്ടെന്ന് പിന്നെ ഒരു വിവാഹത്തിലേക്ക് കടക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അട്രാക്ഷൻ തോന്നും. അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനൊരുപാട് യുക്തിയും തോന്നും. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒന്ന് പ്രണയിച്ചാൽ എന്താ, ഇപ്പം ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ചാൽ എന്താ എന്നുള്ള യുക്തിയായിരിക്കും അവന് കൂടുതൽ ഉണ്ടാവുക. അവിടെ എന്താ വേണ്ടത്? അല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നീ വിവാഹിതനല്ല, വിവാഹത്തിലൂടെയുള്ള കരാറിലൂടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു ബന്ധമാണ് വേണ്ടത്. അതല്ലാത്ത ബന്ധങ്ങളിലേക്ക് പോയാൽ അത് നിൻ്റെ കുടുംബത്തെ ഭാവിയിൽ തകർക്കും, നിൻ്റെ മൊറാലിറ്റിക്ക് അത് വിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ഉള്ളൊരു ഗൈഡൻസ് ആണോ ആവശ്യം? അതല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ വേണം വ്യഭിചരിച്ചോ, വേണമെങ്കിൽ എന്തു ചെയ്തോ എന്ന് പറയാൻ ഒന്നാമത് അങ്ങനെ ഒരു ദർശനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് പറയാൻ ഒരു ദർശനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തേത് പിന്നെ അതാണോ യഥാർത്ഥത്തിൽ ആവശ്യം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി, മതം, ആത്മീയത എന്നൊക്കെ പറയുന്നത് മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ അറിവുകളിലൂടെ നേടാൻ പറ്റാത്ത ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവുകൾ അവനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് മതവും ദൈവവും ഒക്കെ. മതവും ദൈവവും സ്റ്റാർട്ട് ചെയ്യുന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ശേഷം അതെത്തുന്നത് മനുഷ്യനെ അറിയാത്ത അല്ലെങ്കിൽ മനുഷ്യന് കേവല അന്വേഷണങ്ങളിലൂടെ കിട്ടാത്ത കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് അവന് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ, പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ആ ദൈവം അയച്ചതാണ് പ്രവാചകനെ എന്നുള്ളതും അവന് സ്വാഭാവികമായിട്ടും പ്രവാചകന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാവും. ശേഷം ആ പ്രവാചകന്മാരിലൂടെയും ദൈവത്തിലൂടെയും വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ വിമർശന ബുദ്ധിയായി ഈ ലോകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല, അല്ലെങ്കിൽ സിംപ്ലി കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനപ്പുറമുള്ള കാര്യങ്ങൾ അവിടുന്ന് വരണം. അപ്പോഴേ മതമാവും, അപ്പോഴേ അത് അതിൻ്റെ ധർമ്മത്തെ പൂർത്തീകരിക്കും. അപ്പോൾ മനുഷ്യന് ആ തരത്തിൽ അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് ഗൈഡൻസ് കൊടുക്കുന്ന, അവനെത്താൻ കഴിയാത്ത നന്മകളിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ആ ദൈവകൽപ്പന, ആ മതം അതിൻ്റെ റോള് നിർവഹിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടേതായ ഇടപെടലുകളില്ലാതെ ദൈവത്തിൻ്റെതായി മനസ്സിലാക്കുന്ന കൽപ്പനകളെല്ലാം നിരുപാധികമായി പിന്തുടരുമ്പോൾ മാത്രമാണ്. ആ നിരുപാധികമായി പിന്തുടരലിനപ്പുറം നമ്മുടെ ജഡ്ജ്മെൻ്റ് അവിടെ കയറ്റുമ്പോൾ പിന്നെ മതത്തിൻ്റെ റോൾ അവിടെ പോവുകയാണ്. കാരണം നമ്മളെ ലിമിറ്റിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഈ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഈ ലിമിറ്റിന് പുറത്തുള്ളൊരു അറിവ് വേണം, അല്ലെങ്കിൽ പുറത്തുള്ളൊരു കൽപ്പനയും ഒരു ഗൈഡൻസും വേണം. ആ ഗൈഡൻസ് വന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ വീണ്ടും ആ ഗൈഡൻസിനെ പിടിച്ച് നമ്മളെ ലിമിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ആ ലിമിറ്റിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ലിമിറ്റിൻ്റെ ഉള്ളിലെ ജഡ്ജ്മെൻറ്റിന് അതിന് വിധേയമാക്കാണ്. അപ്പം അതിൻ്റെ പ്രസക്തിയേ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. പിന്നെ ഇത് പലപ്പോഴും ഏതെങ്കിലും ഇങ്ങനെയുള്ള ദർശനങ്ങളുടെ ഒരു സഹിഷ്ണുതയായിട്ടൊക്കെയാണ് പലപ്പോഴും പറയാം. പക്ഷേ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിജിഡ്. കാരണം ഇസ്ലാമിൽ റിജിഡ് എന്ന് പറയാൻ പിന്നെ തിന്മയായ കാര്യങ്ങൾ തിന്മയാണ്, മനുഷ്യന് ചിലപ്പോൾ അത് തെറ്റുപറ്റി പോവാം, അതിൽ നിന്നും ഖേദിച്ച് മടങ്ങാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഒരാൾക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും തിന്മയല്ലാതാകുന്നില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന് ഇങ്ങനെ ഭയങ്കര പിന്നെ ചട്ടക്കൂടുകൾ, അല്ലെങ്കിൽ ഭയങ്കര അച്ചടക്കം, അങ്ങനെ ഉള്ളൊരു മതമായി പറയുകയും, എന്നാൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ എന്നുള്ളത് ഒരു ക്വാളിറ്റി ആയിട്ട് പറയും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മാൽക്കം എക്സ് പറഞ്ഞതുപോലെ ഇഫ് യു ടോളറേറ്റ് എവറിത്തിങ്, നിങ്ങൾ എന്തിനേയും ടോളറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു സ്റ്റാൻഡ് ഫോർ നത്തിങ്
നിങ്ങൾ ഒന്നിനു വേണ്ടിയും നിലകൊള്ളുന്നില്ല. നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാത്തിനെയും ടോളറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിന്മകളെയും ടോളറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ക്വാളിറ്റി അല്ല. അതായത് ഇൻക്ലൂസീവ്നെസ്സിനെ പലപ്പോഴും ഇത്തരത്തിൽ എല്ലാത്തിനോടുള്ള ടോളറേഷനായിട്ട് പലപ്പോഴും ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഉൾച്ചേരൽ എന്ന് പറഞ്ഞാൽ തിന്മയെയും നന്മയെയും പറ്റി വ്യക്തമായ ബോധ്യമുണ്ട്, വ്യക്തമായ അറിവുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ പോലും ആ ധാരണയിൽ നിലനിൽക്കുമ്പോൾ പോലും വൈവിധ്യങ്ങൾ അംഗീകരിക്കലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വൈവിധ്യങ്ങൾ, വ്യത്യസ്തമാവാനുള്ള സ്വാതന്ത്ര്യത്തെ കൽപ്പിച്ചു കൊടുക്കലാണ് ഈ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ എവിടേക്കും പോകൽ സാധാരണമാണെന്നോ നോർമലാണെന്നോ പറയലല്ല ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിലേക്കും പോകാനുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ദർശനമാണോ ശരിക്കും ഇത്തരം പരിമിതികളുള്ള മനുഷ്യന് വേണ്ടത്? അതോ വ്യക്തമായ ഗൈഡൻസ് ഉള്ള, വ്യക്തമായ നിർദ്ദേശങ്ങളുള്ള ഒരു കമാൻഡ്, ഒരു മതമാണോ വേണ്ടത്? നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വ്യക്തമായ നിർദ്ദേശങ്ങളും കമാൻഡുള്ള മതമാണ് മനുഷ്യന് ആവശ്യം. കാരണം മനുഷ്യൻ്റെ പ്രകൃതി എന്താണ്? ഇപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനത്തെ തീരുമാനിക്കുന്നത് എൻ്റെ ബോധ്യങ്ങളിലൂടെയാണ്, എൻ്റെ അറിവിലൂടെയല്ല. ഇപ്പോൾ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അറിവുണ്ടാവും, ഇൻഫർമേഷൻ ഉണ്ടാവും. ലഹരിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായ ലഹരിയായിരുന്നു ഹാൻസ് എന്ന് പറയുന്നത്. ഹാൻസിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് നമുക്ക് നോട്ട് കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് ക്യാൻസർ വരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പുകവലിയുടെ, സിഗരറ്റിൻ്റെ പുറത്ത് അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്. അത് ഇൻഫോംഡ് ആണ്, ഇതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ പോലും പ്രായഭേദമന്യേ അതൊരു ബോധ്യമായി ആളുകളിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇത് ഈ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ഒന്നും പറയണ്ട, ഇങ്ങനെയുള്ള അവയവങ്ങളെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഡോക്ടർമാർ മെഡിക്കൽ വിദ്യ. ഇപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ ഹോസ്റ്റലിൽ പിന്നെ നിന്ന ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഫൈനൽ ഇയർ ആയിട്ടില്ല, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഫൈനൽ ഇയറും ഹൗസ് സർജൻസിയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആളുകളും അടക്കം പിന്നെ രാത്രി ആയാൽ കള്ളു കുടിക്കുന്നതും, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ അവരുടെ പേഷ്യൻസിനോട് ഉപദേശിക്കുന്നുണ്ടാവും കരളടിച്ച് പോകുന്നുള്ളത്. ആ ഇൻഫർമേഷൻസ് അവർക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? പ്രവർത്തനത്തിലേക്ക് എത്തുന്നില്ല. കഞ്ചാവ് അടിക്കുന്നു. ഇത് നമ്മൾ കാണുകയാണ്. അതൊരു ബോധ്യമായിട്ട് ആൾ വർത്തിക്കണം. ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ മാത്രമല്ല, ഇൻഫർമേഷനിലൂടെ വൈകാരികമായ ചിന്തകളിലൂടെ, എന്താ പറയുക, ലക്ഷ്യങ്ങളിലൂടെ, മീൻസ് ഒരു ലക്ഷ്യം വേണം, ഒരു വൈകാരികമായിട്ടുള്ള പ്രചോദനം വേണം. അതേപോലെ തന്നെ ആരെങ്കിലും ഫോളോ ചെയ്യാണ്, ഒബേ ചെയ്യാണ്, ഞാൻ ഒരാളെ പിന്തുടരുകയാണ്, അനുസരിക്കുകയാണ് എന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് എൻ്റെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത്. ഈ ബോധ്യം ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ വേണം. നന്മ തിന്മകളെ പറ്റിയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ വേണം. അതിനർത്ഥം മതം നൽകുന്നത്, എസ്പെഷ്യലി ഇസ്ലാം നൽകുന്നത് വ്യക്തമായ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴി മാത്രം എല്ലാ കാര്യങ്ങൾക്കും എന്നുള്ളതല്ല. പരമാവധി വിഷയങ്ങളിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വൈവിധ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ വൈവിധ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കൾച്ചറിൽ, ഇപ്പോൾ ഞാനും ബാസിലേക്ക് കിട്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട അതേ വസ്ത്രമല്ല, അല്ലെങ്കിൽ ഇന്ന് പ്രവാചകൻ്റെ നാട്ടിലുള്ള, മക്കയിലുള്ള, മദീനയിലുള്ള ആളുകൾ ഇടുന്ന വസ്ത്രമല്ല. കൾച്ചറൽ ഡിഫറൻസിനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. അത് ഒരുപാട് മേഖലകൾ നൽകുന്നുണ്ട്. എന്നാൽ അത്തരം വൈവിധ്യങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരു ശരി മാത്രമുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ്നെസ്സിനുള്ളിൽ വരുന്ന ഒരുപാട് ശരിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. എല്ലാം ശരിയാണ്, ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിനപ്പുറം ഒരു ശരി മാത്രമേ ചില വിഷയങ്ങളുള്ളൂ എന്ന സ്ഥലങ്ങളുണ്ട്. അതൊരു 100 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ 99 തെറ്റാണ്. അത് പടച്ചോനറിയാം. ഉദാഹരണമാണ് ലഹരി, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ സ്വവർഗരതി. ഇങ്ങനെ പറയുന്ന ഇസ്ലാം വളരെ കൃത്യമായി ഹറാമാകുന്ന ഫാഹിഷത്താണ് എന്ന് പറയുന്ന വളരെ കൃത്യമായി ഗൈഡൻസ് ആവശ്യമുള്ള വിഷയങ്ങൾ. അത് ബാക്കിയുള്ള തെറ്റാണ്, ബാക്കിയുള്ള തെറ്റാണ്. ഇപ്പോൾ ബാക്കി ഇത്തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വൈവിധ്യങ്ങളുള്ള, ഇപ്പോൾ ഭാര്യമാരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ ജീവിത വഴി സ്വീകരിക്കുന്ന വിഷയത്തിൽ, ജോലി തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ, എല്ലാത്തിലും അത്തരത്തിൽ വൈവിധ്യങ്ങളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളിലേക്ക് പോരെന്ന് പറയുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ വ്യക്തമായ ബോധ്യമുള്ള പടച്ചവൻ അത് ആ പറയേണ്ടതുപോലെ തന്നെ പറയണ്ടേ? വൈവിധ്യങ്ങൾ കൊടുക്കേണ്ട ഏരിയകൾ വൈവിധ്യങ്ങൾ കൊടുക്കുന്നു, അതിന് ഓപ്ഷൻസ് കൊടുക്കേണ്ട ഏരിയകൾ ഓപ്ഷൻസ് കൊടുക്കുന്നു. എന്നാൽ ഓപ്ഷൻസ് കൊടുക്കാതെ റിജിഡായി ഇതിലൂടെ തന്നെ പോകണമെന്ന് പറയേണ്ട വിഷയങ്ങളിൽ പടച്ചവൻ അങ്ങനെ പറയുമ്പോഴാണല്ലോ പടച്ചവനാകുന്നത്. അല്ലാതെ ഇപ്പോൾ 99 തെറ്റാണ്, 1 മാത്രമേ ശരിയുള്ളൂ, പക്ഷേ ബാക്കി 99 വേണമെങ്കിൽ ഏതെങ്കിലും എടുത്തോ, നിൻ്റെ കമ്പുള്ള വിമർശന ബുദ്ധിയായുള്ള പരിശോധനയിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സർവജ്ഞാനിയാവും? അവനെങ്ങനെ ഏറ്റവും എല്ലാ നന്മകളുള്ളവനാവും? അവനെങ്ങനെ മനുഷ്യൻ്റെ റബ്ബാവും, മനുഷ്യൻ്റെ പടച്ചവനാവും? സ്വാഭാവികമായിട്ടും സാധിക്കുമല്ലോ. അപ്പം ഈ ദൈവസങ്കല്പത്തെ പിന്നെ ഈ നിലക്ക് പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ പല ആളുകളും പറയുന്നൊരു പോയിന്റ് കൂടിയാണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. സഹിഷ്ണുത എന്നതിൻ്റെ ഒരു മറവിലാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് ഇതിനോട് പിന്നെ കൂട്ടി പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ചാനലിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോകളിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.